ഹായ്, ബൊനാൻസ ഇംഗ്ലീഷ് അക്കാദമിയുടെ ഇനി നിങ്ങളും ഇംഗ്ലീഷ് സംസാരിക്കും എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കൊരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മൾ സാധാരണ ചോദിക്കാറുള്ളതാണ്. നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുമോ? അല്ലെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ? നിങ്ങൾ നേരത്തെ എഴുന്നേൽക്കാറുണ്ടോ? നിങ്ങൾക്ക് എന്നെ അറിയാമോ? നിങ്ങൾ ഫുട്ബോൾ കളിക്കാറുണ്ടോ? അവൻ നിങ്ങൾക്ക് പൈസ തരാറുണ്ടോ? നിങ്ങളുടെ അമ്മ നിങ്ങളെ വെളുപ്പിന് വിളിച്ചുണർത്താറുണ്ടോ? പിതാവ് നിങ്ങളെ തൊട്ടനും പിടിച്ചതിനും തല്ലാറുണ്ടോ? അല്ലെങ്കിൽ വഴക്ക് പറയാറുണ്ടോ? എപ്പോഴാണ് നീ എഴുന്നേൽക്കുന്നത്? എപ്പോഴാണ് നീ കുളിക്കുന്നത്? അങ്ങനെ നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ മലയാളത്തിൽ ചോദിക്കാറുണ്ട്. ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാം? ഒരു പ്രവൃത്തി ചെയ്യാറുണ്ടോ, പോകാറുണ്ടോ, കാണാറുണ്ടോ, പറയാറുണ്ടോ, ഇഷ്ടമാണോ? അത് നമ്മളെപ്പോഴും ചോദിക്കാറുള്ളതാണ് അല്ലേ? അത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിലേക്ക് മാറ്റാം? അതിനൊരു സൂത്രവാക്യമുണ്ട്. നോക്കൂ, നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഡു അല്ലെങ്കിൽ ഡസ് ആണ്. ഇനി ഡു എവിടെ ഉപയോഗിക്കാം, ഡസ് എവിടെ ഉപയോഗിക്കാം എന്ന് നമുക്ക് കണ്ടെത്തണം. അപ്പോൾ ഡു എന്നുള്ളത് പ്ലൂരലിൻ്റെ കൂടെ, അതായത് ഒന്നിൽ കൂടുതലുള്ളതിൻ്റെ കൂടെ ഡു ചേർക്കും. ഒരെണ്ണമുള്ളൂ എങ്കിൽ ഡസ് ചേർക്കും. ഇനി നമുക്ക് ഡൂവിനും ഡസിനും നമുക്ക് എങ്ങനെ കണ്ടെത്താൻ നോക്കണം. നമുക്ക് ഡൂവിനെയും ഡസിനെയും രണ്ട് ഭാഗമായി തിരിക്കാം. ഡു പുരുഷന്മാരും ഡസ് സ്ത്രീകളുമായിട്ട് നമുക്ക് ചിത്രീകരിക്കാം. ഡസ്സിൽ അവസാനിക്കുന്നുണ്ട് ഡസ് അല്ലേ? ഡൂവിൽ അവസാനിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഡൂവിനെ പുരുഷന്മാരാകുമ്പോൾ സ്ത്രീകളെ ഡസ് ചേർത്തു. ഇനി പുരുഷൻ, അതിൽ സായുണ്ടോ? ഇല്ല. ഡൂവിൽ സായുണ്ടോ? ഇല്ല. പ്ലൂരൽ, അതിൽ സായുണ്ടോ? ഇല്ല. അപ്പം നമുക്ക് പ്ലൂരലിൻ്റെ കൂടെ ഡു ചേർക്കാം. എങ്ങനെ? പ്ലൂരലിൻ്റെ കൂടെ ഡു ചേർക്കാം. ആരൊക്കെയാണ് പ്ലൂരൽ? ഐ, യു, ദേ, വി, ദീസ്, ദോസ്. ഇവകളാണ് പ്ലൂരൽ. ഐ ഞാൻ, എനിക്ക്. യു നീ, നിങ്ങൾ, താങ്കൾ. ദേ അവർ, ഇവർ. വി നമ്മൾ, ഞങ്ങൾ. ദീസ് ഇവകൾ. ദോസ് അവകൾ. ഇത് എളുപ്പം പഠിക്കാൻ മറ്റൊരു മാർഗമുണ്ട്. എന്താണ്? ഐ, യു, ദേ, വി, ദീസ്, ദോസ്. ഇങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ല, തലയിൽ കയറില്ല. അതിനൊരു ട്രിക്കിൽ പഠിക്കാം. അയ്യോ, അയ്യോ, ദേവി, ദേവി, അയ്യോ, ദേവി, ദീസ്, ദോസ്. ഓക്കെ ആയ? ഇങ്ങനെ അയ്യോ, ദേവി, ദീസ്, ദോസ്. അതാണ് പ്ലൂരൽ. അതേ ബഹുവചനങ്ങൾ ബോയ്സ്, ഗേൾസ് ഒക്കെ പ്ലൂരൽ പെടും കേട്ടോ. അപ്പം പ്ലൂരൽ പഠിക്കാൻ ഒറ്റ മാർഗം അയ്യോ, ദേവി, ദീസ്, ദോസ് ആണ് പ്ലൂരൽ. ഓക്കെ ആയ? അപ്പോൾ പ്ലൂരലിൻ്റെ സൂത്രവാക്യം എന്തായിരിക്കും? ഡു ആദ്യം വേണം, സബ്ജക്റ്റ് ഇതിലേതെങ്കിലും ഒന്ന് വേണം, ക്രിയയുടെ ഒന്നാമത്തെ രൂപം വേണം, ഏൽക്കാൻ ഒരു ഓബ്ജക്റ്റ് വേണം, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ ഡൂവിൻ്റെ ചോദ്യങ്ങളായി. ഇനി അടുത്തതാണ് നമ്മൾ സിംഗുലറായ സ്ത്രീകൾ. അടുത്തതാണ് സിംഗുലറായ സ്ത്രീകൾ. അപ്പോൾ ആ സ്ത്രീകളിൽ എന്തുണ്ട്? സ് ഉണ്ട്. ഡസ്സിൽ എന്തുണ്ട്? സ് ഉണ്ട്. അപ്പോൾ സൂത്രവാക്യം നോക്കൂ. ഡസ് വേണം, സബ്ജക്റ്റ് വേണം, വെർബിൻ്റെ ഒന്നാമത്തെ രൂപം വേണം, ഓബ്ജക്റ്റ് വേണം, ക്വസ്റ്റ്യൻ മാർക്ക് വേണം. ഇനി സിംഗുലർ ആരൊക്കെയെന്ന് കണ്ടെത്തണ്ടേ? ഹി അവൻ, ഇവൻ. ഷീ അവൾ, ഇവൾ. ഇറ്റ് ഇത്. ദാറ്റ് അത്. ദിസ് ഇത്. എവരിബഡി എല്ലാവരും. എവരിബഡി എല്ലാവരും എന്നുവെച്ചാൽ ഓരോ രാമൻ, കൃഷ്ണൻ, ജബ്ബാർ, സരസു, കൗസു, ജമീല, യുവർ ഫാദർ, യുവർ മദർ, അതിനൊക്കെയാണ് എവരിബഡി എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഹി, ഷീ, ഇറ്റ്, ദാറ്റ്, ദിസ്, എവരിബഡി. ഇവയുടെ കൂടെ നമ്മൾ എന്ത് ചേർക്കും? വെർബിൻ്റെ ഒന്നാമത്തെ രൂപം, ഓബ്ജക്റ്റ് പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക്. ഇതിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഡു വെച്ചായാലും ഡസ് വെച്ചായാലും ചോദ്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ വെർബിൻ്റെ ഒന്നാമത്തെ രൂപം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഒരു പ്രവൃത്തി നിങ്ങൾ ചെയ്യാറുണ്ടോ, പോകാറുണ്ടോ, കാണാറുണ്ടോ, പറയാറുണ്ടോ, ഇഷ്ടമാണോ?
അതിന് നമ്മൾ ഡു ഡസ് ആണ് ഉപയോഗിക്കുന്നത്. ഡു അല്ലെങ്കിൽ ഡസ്, സബ്ജക്റ്റ്, വെർബിൻ്റെ ഒന്നാമത്തെ രൂപം, ഓബ്ജക്റ്റ്. നമ്മൾ പഠിച്ചാണ് ഇപ്പം തന്നെ അല്ലേ. ഞാനിവിടെ ഡു വെച്ചാണ് ചോദ്യങ്ങൾ തരുന്നത്. സാധാരണ നമ്മളെപ്പോഴും ചോദിക്കാറുള്ളതാണ്, നീ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ, സംസാരിക്കുമോ? മറുപടി എന്തുണ്ട്? ഉണ്ട് അല്ലെങ്കിൽ ഇല്ല, യെസ് അല്ലെങ്കിൽ നോ. നിങ്ങൾക്കറിയാലോ അല്ലേ. അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുമോ എന്ന് എങ്ങനെ ഇംഗ്ലീഷ് ചോദിക്കാം? ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? ഡു, സബ്ജക്റ്റ് യു, V1 സ്പീക്ക്, ഓബ്ജക്റ്റ് ഇംഗ്ലീഷ്. ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? യെസ്, സംസാരിക്കും. നോ, ഇല്ല. ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? യെസ് അല്ലെങ്കിൽ നോ. ഡു യു നോ മീ? നിനക്ക് എന്നെ അറിയോ? ഡു യു നോ മീ? നിനക്ക് എന്നെ അറിയുമോ? യെസ് അല്ലെങ്കിൽ നോ? ഇല്ല, അറിയും, ഇല്ല. ഡു യു ഗെറ്റ് അപ്പ് ഏർലി? നിങ്ങൾ നേരത്തെ എഴുന്നേൽക്കാറുണ്ടോ? ഡു യു ഗെറ്റ് അപ്പ്? എഴുന്നേൽക്കുക. വേക്കപ്പ് മറ്റൊരു വാക്കാണ്, വേക്കപ്പ്. ഏർലി നേരത്തെ. ഡു യു ഗെറ്റ് അപ്പ് ഏർലി? നിങ്ങൾ നേരത്തെ എഴുന്നേൽക്കാറ് ഉണ്ടോ? ഒന്നില്ലെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ. ഡു യു ഒബേ യുവർ ഫാദർ? നിങ്ങൾ പിതാവിനെ അനുസരിക്കാറുണ്ടോ? പിതാവ് എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ അനുസരിക്കാറുണ്ടോ? ഡു യു ഒബേ യുവർ ഫാദർ? നിങ്ങൾ പിതാവിനെ അനുസരിക്കാറുണ്ടോ? മറുപടി യെസ് അല്ലെങ്കിൽ നോ. ഡു യു ഒബേ യുവർ ഫാദർ? യെസ് ഓർ നോ. ഡു യു ആസ്ക് ഫോർ ദി ട്രബിൾ? ആസ്ക് ഫോർ, വടി കൊടുത്ത് അടി വാങ്ങുക, തീക്കൊള്ളി കൊണ്ട് തല ചൊറിയുക, വേലിമക്കെടുക്കുന്ന പാമ്പിനെടുത്ത് തോളിലിടുക. ഡു യു ആസ്ക് ഫോർ ദ ട്രബിൾ? നിങ്ങൾ വടി കൊടുത്ത് അടി വാങ്ങാറുണ്ടോ? യെസ് അല്ലെങ്കിൽ നോ. ഡു യു മേക്ക്, ഉണ്ടാക്കുക, ഫുഡ്? ഡു യു മേക്ക് ഫുഡ്? നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കാറുണ്ടോ? ഡു യു മേക്ക് ബിരിയാണി? നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കാറുണ്ടോ? ഡു യു മേക്ക് മിൽക്ക് ഷേക്ക്? നിങ്ങൾ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാറുണ്ടോ? എന്ത് വേണമെങ്കിലും ചേർക്കാം. ഡു യു മേക്ക് ഫുഡ്? നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കാറുണ്ടോ? മറുപടി യെസ് അല്ലെങ്കിൽ നോ. ഡു യു സ്മോക്ക്? നിങ്ങൾ പുകവലിക്കാറുണ്ടോ? ഡു യു സ്മോക്ക്? നിങ്ങൾ പുകവലിക്കാറ് ഉണ്ടോ? മറുപടി എന്ത് കൊടുക്കാം? യെസ് അല്ലെങ്കിൽ നോ. ഡു യു സ്മോക്ക്? യെസ് അല്ലെങ്കിൽ നോ. നിങ്ങൾ പുകവലിക്കുമോ? വലിക്കും അല്ലെങ്കിൽ വലിക്കില്ല. ഡു യു ഡ്രൈവ് കാർ? നിങ്ങൾ കാർ ഓടിക്കുമോ? ഡു യു ഡ്രൈവ് ട്രക്ക്? ഡു യു ഡ്രൈവ് ജീപ്പ്? ഡു യു ഡ്രൈവ് ബസ്? നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം. സ്പീഡിൽ പറഞ്ഞ് ശീലിക്കണം. ഡു യു ഡ്രൈവ് കാർ? യെസ് അല്ലെങ്കിൽ നോ. ഡു യു ഡ്രിങ്ക് മിൽക്ക്? നിങ്ങൾ പാല് കുടിക്കാറുണ്ടോ? ഡു യു ഡ്രിങ്ക് കോഫി? ഡു യു ഡ്രിങ്ക് മിൽക്ക്? ഡു യു ഡ്രിങ്ക്, അപ്പോൾ മദ്യപാനായി. ഡു യു ഡ്രിങ്ക് വന്നാൽ മദ്യപാനായി. യെസ് അല്ലെങ്കിൽ നോ. ഡു യു പ്ലേ ഫുട്ബോൾ? നിങ്ങൾ ഫുട്ബോൾ കളിക്കാറുണ്ടോ? ഡു യു പ്ലേ ക്രിക്കറ്റ്? ഡു യു പ്ലേ ബാഡ്മിൻ്റൺ? അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കണം. ഡു യു പ്ലേ ഫുട്ബോൾ? നിങ്ങൾ ഫുട്ബോൾ കളിക്കുമോ? യെസ് അല്ലെങ്കിൽ നോ. ദേ വെച്ച് വന്നു. ഡു ദേ കോഓപ്പറേറ്റ് വിത്ത് യു? അവർ നിന്നോട് സഹകരിക്കാറുണ്ടോ? കോഓപ്പറേറ്റീവ് ബാങ്ക് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഡു ദേ കോഓപ്പറേറ്റീവ് വിത്ത് യു? അവർ നിന്നോട് സഹകരിക്കാറുണ്ടോ? യെസ് അല്ലെങ്കിൽ നോ. ഡു ദേ കോഓപ്പറേറ്റ് വിത്ത് യു? യെസ് ഓർ നോ. ഡു ദേ സോട്ട്? അവർ കുടിച്ചു കൂത്താടാറുണ്ടോ? ഡു ദേ സോട്ട്? യെസ് അല്ലെങ്കിൽ നോ. ഡസ് ഹി പിൽഫർ? അവൻ അടിച്ചു മാറ്റാറുണ്ടോ? സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റി കൊണ്ടുപോയില്ലേ, കട്ടുകൊണ്ടുപോയില്ലേ, അതിനെ. ഡസ് ഹി പിൽഫർ? യെസ് ഓർ നോ. ഉണ്ട്, ഇല്ല. ഡസ് ഹി പിൽഫർ? അവൻ അടിച്ചു മാറ്റാറുണ്ടോ? ഡസ് ഹി സ്റ്റാർട്ടിൽ ഔട്ട് ഓഫ് സ്ലീപ്പ്? അവൻ ഉറക്കത്തിൽ നിന്നും ഞെട്ടി എഴുന്നേൽക്കാറുണ്ടോ? അവനുള്ള നമുക്ക് അവളാക്കാം, പേരാക്കാം, കേട്ടാ. ഡസ് ഹി സ്റ്റാർട്ടിൽ ഔട്ട് ഓഫ് സ്ലീപ്പ്? അവൻ ഉറക്കത്തിൽ നിന്നും ഞെട്ടി എഴുന്നേൽക്കാറുണ്ടോ? യെസ് അല്ലെങ്കിൽ നോ. ഡസ് ഹി സ്റ്റാർട്ടിൽ ഔട്ട് ഓഫ് സ്ലീപ്പ്? യെസ് ഓർ നോ.
ഡസ് ഹി സിങ് സോങ്? അവൻ പാട്ട് പാടാറുണ്ടോ? ഡസ് ഹി സിങ് സോങ്? അവൻ പാട്ട് പാടാറുണ്ടോ? യെസ് അല്ലെങ്കിൽ നോ. ഡസ് ഹി ഈറ്റ് മാംഗോ? അവൻ മാങ്ങ തിന്നാറുണ്ടോ? ഡസ് ഹി ഈറ്റ് മാംഗോ? അവൻ മാങ്ങ തിന്നാറുണ്ടോ? യെസ് അല്ലെങ്കിൽ നോ. ചെറുവക സാധനങ്ങളൊക്കെ ഈറ്റ് വരിക കേട്ടോ. സ്നാക്സ്, അതുപോലെ തന്നെ ഐസ്ക്രീം, പഴവർഗ്ഗങ്ങളൊക്കെ ഈറ്റ് വരും. വയറ് നിറയുന്ന ഭക്ഷണങ്ങളാണെങ്കിൽ ടേക്ക് അല്ലെങ്കിൽ ഹാവ് വരും. ഡസ് ഹി ഈറ്റ് മാംഗോ? യെസ് അല്ലെങ്കിൽ നോ. ഡസ് ഹി നോ ദാറ്റ് ലേഡി? അവൻ ആ സ്ത്രീയെ അറിയുമോ? ഡസ് ഹി നോ ദാറ്റ് ലേഡി? അവൻ ആ സ്ത്രീയെ അറിയുമോ? യെസ് അല്ലെങ്കിൽ നോ. ഡസ് ഹരി മാനിപ്പുലേറ്റ് യു? ഹരി നിന്നെ അവസരം മുതലെടുക്കാറുണ്ടോ? ചൂഷണം ചെയ്യാറുണ്ടോ? ഡസ് ഹരി മാനിപ്പുലേറ്റ് യു? ഹരി നിന്നെ ചൂഷണം ചെയ്യാറുണ്ടോ? യെസ് അല്ലെങ്കിൽ നോ. ഡസ് ഷീ പിക്ക് ഹോൾസ് ഇൻ? അവൾ അതിൽ കുറ്റം കണ്ടെത്താറുണ്ടോ? ഡസ് ഷീ പിക്ക് ഹോൾസ് ഇൻ? പിക്ക് ഹോൾസ് ഇൻ എന്ന് വെച്ചാൽ അതിൽ കുറ്റം കണ്ടെത്തുക. നമ്മൾ എന്ത് ചെയ്താലും അതിൽ കുറ്റം കണ്ടെത്തുന്ന കേട്ടിട്ടില്ലേ? അതിനാണ് പിക്ക് ഹോൾസ് ഇൻ എന്ന് പറയുക. ഡസ് ഷീ പിക്ക് ഹോൾസ് ഇൻ? അവൾ അതിൽ കുറ്റം കണ്ടെത്താറുണ്ടോ? ഡസ് ഷീ ബ്രിങ് സ്വീറ്റ്സ്? അവൾ മധുര പലഹാരങ്ങൾ കൊണ്ടുവരാറുണ്ടോ? ഡസ് ഷീ ബ്രിങ് സ്വീറ്റ്സ്? അവൾ മധുര പലഹാരങ്ങൾ കൊണ്ടുതരാറുണ്ടോ? യെസ് അല്ലെങ്കിൽ നോ എന്ന് ഉത്തരം നമ്മൾ പറയാം. ഡസ് യുവർ ടീച്ചർ പണിഷ് യു? ടീച്ചർ നിങ്ങളെ ശിക്ഷിക്കാറുണ്ടോ? ഡസ് യുവർ ടീച്ചർ പണിഷ് യു? നിങ്ങളുടെ ടീച്ചർ നിങ്ങളെ ശിക്ഷിക്കാറുണ്ടോ? യെസ് ഓർ നോ. ഡസ് ഷീ ബൈ ഫിഷ്? അവൾ മത്സ്യം വാങ്ങാറുണ്ടോ? ഡസ് ഷീ ബൈ ഫിഷ്? ഫിഷ് മറ്റിട്ട് മട്ടനാക്കാം, ചിക്കനാക്കാം, എന്ത് വേണമെങ്കിലും ആക്കാം. ഡസ് ഷീ ബൈ ഫിഷ്? യെസ് ഓർ നോ. ഡസ് ഷീ ലൈക്ക് വോയേജ്? അവൾക്ക് ജലയാത്ര ഇഷ്ടമാണോ? വോയേജ് ജലയാത്ര, ബോട്ടിലോ വഞ്ചിയിലോ കപ്പലിലോ ഒക്കെ യാത്ര ചെയ്യുന്നതിന് വോയേജ് എന്നാണ് പറയുക. ഡസ് ഷീ ലൈക്ക് വോയേജ്? അവൾക്ക് ജലയാത്ര ഇഷ്ടമാണോ? യെസ് അല്ലെങ്കിൽ നോ. ഡസ് ഷീ റീഡ് നോവൽസ്? അവൾ നോവലുകൾ വായിക്കാറുണ്ടോ? യെസ് അല്ലെങ്കിൽ നോ. ഡസ് ഷീ റീഡ് നോവൽസ്? ഡസ് ഇറ്റ് ഫ്ലൈ? ഇത് പറക്കുമോ, പറക്കാറുണ്ടോ? ഡസ് ഇറ്റ് ഫ്ലൈ? ഇത് പറക്കുമോ, പറക്കാറുണ്ടോ? യെസ് അല്ലെങ്കിൽ നോ. ഡസ് ഇറ്റ് കോസ്റ്റ്ലി? ഇത് വില കൂടിയതാണോ? യെസ് അല്ലെങ്കിൽ നോ. ഡസ് ഇറ്റ് കോസ്റ്റ്ലി? ഇത് വില കൂടിയതാണോ? ഡസ് ദാറ്റ് ഗിവ് യു എഗ്സ്? അത് മുട്ടകൾ തരാറുണ്ടോ? ഡസ് ദാറ്റ് ഗിവ് യു എഗ്സ്? അത് നിനക്ക് മുട്ടകൾ തരാറുണ്ടോ? ചില പക്ഷികൾ, അതായത് ഗിനി പക്ഷികളൊന്നും ചിലപ്പോൾ മുട്ടയിടാറില്ല. കുറേ കാലം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ മുട്ടയിടുക. അപ്പോൾ നമുക്ക് സംശയം ചോദിക്കുന്നത്, ഡസ് ദാറ്റ് ഗിവ് യു എഗ്സ്? അത് നിനക്ക് മുട്ടകൾ തരാറുണ്ടോ? യെസ് അല്ലെങ്കിൽ നോ. ഡസ് ദാറ്റ് വാക്ക്? അത് നടക്കാറുണ്ടോ? യെസ് അല്ലെങ്കിൽ നോ. ഡസ് ഇറ്റ് റെസ്പോണ്ട്? ഇത് പ്രതികരിക്കാറുണ്ടോ? യെസ് അല്ലെങ്കിൽ നോ. ഡസ് ഇറ്റ് റെസ്പോണ്ട്? റെസ്പോണ്ട് പ്രതികരിക്കുക. ഡസ് ഇറ്റ് റെസ്പോണ്ട്? യെസ് അല്ലെങ്കിൽ നോ. ഓക്കെ, ക്വസ്റ്റ്യൻ വേർഡ് ഡു അല്ലെങ്കിൽ ഡസ്, സബ്ജക്റ്റ് വെർബിൻ്റെ ഒന്നാമത്തെ രൂപം ക്വസ്റ്റ്യൻ മാർക്ക്. ഇവിടെ നോക്കിയേ, ക്വസ്റ്റ്യൻ വേർഡ് ഡു അല്ലെങ്കിൽ ഡസ്, സബ്ജക്റ്റ് വെർബിൻ്റെ ഒന്നാമത്തെ രൂപം. ശരിയല്ലേ? നിങ്ങൾക്ക് എന്ത് വേണമെന്ന് എങ്ങനെ ഇംഗ്ലീഷ് ചോദിക്കാം? വാട്ട് ക്വസ്റ്റ്യൻ മാർക്ക്. ഡു സബ്ജക്റ്റ് യു വാണ്ട്. വാട്ട് ഡു യു വാണ്ട്? നിങ്ങൾക്ക് എന്ത് വേണം? ഇവിടെ നമുക്ക് ആൻസർ എഴുതാം. എ മാംഗോ, ബിരിയാണി, 1 കിലോ ബനാന, ഇഷ്ടമുള്ള ചേർക്കാം. വാട്ട് ഡു യു വാണ്ട്? നിങ്ങൾക്ക് എന്ത് വേണം? വാട്ട് ഡു യു തിങ്ക്? നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്, വിചാരിക്കുന്നത്? വാട്ട് ഡു യു തിങ്ക്? നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്, വിചാരിക്കുന്നത്? വാട്ട് ഡു യു സെൽ? നിങ്ങൾ എന്താണ് വിൽക്കുന്നത്? വാട്ട് ഡു യു സെൽ? നിങ്ങൾ എന്താണ് വിൽക്കുന്നത്? വാട്ട് ഡു യു സ്റ്റഡി? നിങ്ങൾ എന്താണ് പഠിക്കുന്നത്?
വാട്ട് ഡു യു സ്റ്റഡി? നിങ്ങൾ എന്താണ് പഠിക്കുന്നത്? വാട്ട് ഡു യു ഡ്രിങ്ക്? നിങ്ങൾ എന്താണ് കുടിക്കുന്നത്? വാട്ട് ഡു യു ഡ്രിങ്ക്? നിങ്ങൾ എന്താണ് കുടിക്കുന്നത്? വാട്ട് ഡു യു ഹാവ് അല്ലെങ്കിൽ ടേക്ക്? നിങ്ങൾ എന്താണ് കഴിക്കുന്നത്? ഒന്നില്ലെങ്കിൽ ഹാവ് അല്ലെങ്കിൽ ടേക്ക് ഉപയോഗിക്കാം. വാട്ട് ഡു യു ഹാവ്? നിങ്ങൾ എന്താണ് കഴിക്കുന്നത്? വാട്ട് ഡു യു ടേക്ക്? നിങ്ങൾ എന്താണ് കഴിക്കുന്നത്? വാട്ട് ഡസ് ഹി ടേം? വാട്ട് ഡസ് ഹി ടേം? എന്താണ് അവൻ മെരുക്കിയെടുക്കുന്നത്? എന്തിനെ അല്ലേ? എന്താണ് മെരുക്കിയെടുക്കുക? ആനയൊക്കെ മെരുക്കുന്നുണ്ടല്ലേ? ആന, പുലി, സിംഹത്തിനൊക്കെ മെരുക്കിയെടുക്കും. അപ്പോൾ വാട്ട് ഡസ് ഹി ടേം? ഉത്തരം നമുക്കറിയാം. എലഫൻറ്റ്, ടൈഗർ, ലെപ്പേർഡ് എന്തുവേണം നമുക്ക് ഉത്തരം കൊടുക്കാം. വാട്ട് ഡസ് ഹി ടേം? എന്താണ് അവൻ മെരുക്കി എടുക്കുന്നത്? വാട്ട് ഡസ് ഹി ബറി? അവൻ എന്താണ് കുഴിച്ചു മൂടുന്നത്? പേസ്റ്റ്. ഇഷ്ടമുള്ള നമുക്ക് കൊടുക്കാം. വാട്ട് ഡസ് ഹി ബറി? അവൻ എന്താണ് കുഴിച്ചു മൂടുന്നത്? വാട്ട് ഡസ് ഹി സെർച്ച്? അവൻ എന്താണ് അന്വേഷിക്കുന്നത്? വാട്ട് ഡസ് ഹി സെർച്ച്? അവൻ്റെ പേഴ്സ് പോയിട്ടുണ്ട്. അപ്പോൾ പേഴ്സ് സിമ്പിൾ ഉത്തരം കൊടുക്കുക. വാട്ട് ഡസ് ഹി സെർച്ച്? ഹിസ് പേഴ്സ്. അവൻ്റെ പേഴ്സ്. വാട്ട് ഡസ് ഷീ വെയർ? അവൾ എന്താണ് ഉടുക്കുന്നത്, ധരിക്കാറ്? സാരി, ചുരിദാർ, ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം. വാട്ട് ഡസ് ഷീ വെയർ? അവൾ എന്താണ് ധരിക്കുന്നത്, ധരിക്കാറ്? വാട്ട് ഡസ് ഷീ റൈഡ്? അവൾ എന്താണ് ഓടിക്കുന്നത്? അതായത് റൈഡ് വരുമ്പോൾ കുതിര, ടൂ വീലർ, ഇതിനാണ് റൈഡ് വരിക. ടൂ വീലർ, കുതിര, അതിനെ റൈഡ്. 3 ചക്രത്തിന് മേലുള്ള വാഹനങ്ങളെ ഡ്രൈവാണ് വരിക. വാട്ട് ഡസ് ഷീ റൈഡ്? അവൾ എന്താണ് ഓടിക്കുന്നത്? കുതിരയാണോ ടൂ വീലറാണോ നമുക്കറിയില്ല. അപ്പോൾ ഒന്നിലെ ഹോഴ്സ് അല്ലെങ്കിൽ ടൂ വീലർ. വാട്ട് ഡസ് ഷീ ആസ്ക് ഹിം? അവൾ എന്താണ് അവനോട് ചോദിക്കുന്നത്? മണി. വേർ ഡു യു സ്റ്റഡി? നീ എവിടെയാണ് പഠിക്കുന്നത്? സ്ഥലം പറയാം. വേർ ഡു യു സ്റ്റഡി? നീ എവിടെയാണ് പഠിക്കുന്നത്? സ്ഥലം പറഞ്ഞാൽ മതി. വേർ ഡു യു വർക്ക് നൗ? എവിടെയാണ് നീ ഇപ്പോൾ ജോലി ചെയ്യുന്നത്? ആ ജോലി ചെയ്യുന്ന സ്ഥലം മാത്രം പറയുക. വേർ ഡു യു വർക്ക് നൗ? വേർ ഡു യു വർക്ക് നൗ? നീ ഇപ്പോൾ എവിടെയാണ് ജോലി ചെയ്യുന്നത്? തൃശ്ശൂർ, തിരുവനന്തപുരം, കോട്ടയം, കോഴിക്കോട്, കാസർഗോഡ്, വടകര, എവിടെ വേണമെങ്കിലും ആകാം. വേർ ഡു യു കൺഫാബുലേറ്റ് വിത്ത് ഹെയർ? വേർ ഡു യു കൺഫാബുലേറ്റ് വിത്ത് ഹെയർ? നീ എവിടെയാണ് അവളുമായി പ്രേമസല്ലാപം നടത്തുന്നത്? വേർ ഡു യു കൺഫാബുലേറ്റ് വിത്ത് ഹെയർ? നീ എവിടെ വെച്ചാണ് അവളുമായി പ്രേമസല്ലാപം നടത്തുന്നത്? വേർ ഡു ദേ ടേറ്റ് എ ടേറ്റ്? അവരെവിടെയാണ് രഹസ്യ കൂടിക്കാഴ്ച നടത്തുന്നത്? വേർ ഡു ദേ ടേറ്റ് എ ടേറ്റ്? അതീവ രഹസ്യ കൂടിക്കാഴ്ച നടത്തുന്നത്. വേർ ഡു ദേ സ്ലീപ്പ് ഓഫ്? അവരെവിടെയാണ് ഉറങ്ങി ക്ഷീണം മാറ്റുന്നത്? ഉറങ്ങുക, സ്ലീപ്പ്. സ്ലീപ്പ് ഓഫ് വന്നു കഴിഞ്ഞാൽ ഉറങ്ങി ക്ഷീണം മാറ്റുക. വേർ ഡു ദേ സ്ലീപ്പ് ഓഫ്? അവരെവിടെയാണ് ഉറങ്ങി ക്ഷീണം മാറ്റുന്നത്? വേർ ഡസ് ഷീ ടിറ്റുവേറ്റ്? അവൾ എവിടെയാണ് അണിഞ്ഞൊരുങ്ങുന്നത്? മേക്കപ്പ് എന്ന് കേട്ടിട്ടില്ലേ? അതിന് മറ്റൊരു വാക്കാണ് ടിറ്റുവേറ്റ്. TITIVATE, ടിറ്റുവേറ്റ്, അണിഞ്ഞൊരുങ്ങുക. വേർ ഡസ് ഷീ ടിറ്റുവേറ്റ്? അവൾ എവിടെയാണ് അണിഞ്ഞ് ഒരുങ്ങുന്നത്? വേർ ഡസ് ഷീ ഗോ എവരി ഡേ? അവൾ എന്നും എവിടേക്കാണ് പോകുന്നത്? എന്നും രാവിലെ പോകുന്നുണ്ട്. അപ്പോൾ സംശയമായി, അവൾ എവിടേക്കാണ് പോകുന്നത്? വേർ ഡസ് ഷീ ഗോ എവരി ഡേ? വേർ ഡസ് ഷീ ടേക്ക് റെസ്റ്റ്? അവൾ എവിടെയാണ് വിശ്രമിക്കുന്നത്, വിശ്രമിക്കാറ്? വേർ ഡസ് ഹീ ടേക്ക് ബെയ്ത്ത്? അവൻ എവിടെയാണ് കുളിക്കുന്നത്, കുളിക്കാറ്? ടേക്ക് ബാത്ത് അല്ല, പ്രൊനൗൺസിയേഷൻ ബെയ്ത്ത്. വേർ ഡസ് ഹീ ടേക്ക് ബെയ്ത്ത്? അവൻ എവിടെയാണ് കുളിക്കുന്നത്, കുളിക്കാറ്? വേർ ഡസ് ഹീ ഗെറ്റ് ദിസ് ട്രാഷ് ഫിഷ് ഫ്രം? ട്രാഷ് എന്ന് വെച്ചാൽ കൂതറ, തല്ലിപ്പൊളി, കച്ചറ. അവന് എവിടെ നിന്നുമാണ് ഈ ചീഞ്ഞളിഞ്ഞ മത്സ്യം ലഭിക്കുന്നത്? വേർ ഡസ് ഹീ ഗെറ്റ് ദിസ് ട്രാഷ് ഫിഷ് ഫ്രം? എവിടെ നിന്നുമാണ് അവന് ചീഞ്ഞ അളിഞ്ഞ അല്ലെങ്കിൽ വൃത്തികെട്ട കേടായ മത്സ്യം
കിട്ടുന്നത്. ഹൗ ഡു യു നോ ഹെർ? നിങ്ങൾക്ക് അല്ലെങ്കിൽ നിനക്ക് എങ്ങനെ അവളെ അറിയാം? ഹൗ ഡു യു നോ ഹെർ? ഇവിടെ ഹിം വേണമെങ്കിൽ ആക്കാം. ഹൗ ഡു യു നോ ഹിം? നിങ്ങൾക്ക് എങ്ങനെ അവനറിയാം? ഹൗ ഡു യു നോ ദം? നിങ്ങൾക്ക് എങ്ങനെ അവരെ അറിയാം? ഇവിടെ നമ്മൾ ഹെർ ചേർത്തിട്ടുണ്ട്. ഹൗ ഡു യു നോ ഹെർ? എങ്ങനെ നിങ്ങൾക്ക് അവളെ അറിയാം? ഹൗ ഡു യു സ്റ്റഡി ഇംഗ്ലീഷ്? നിങ്ങൾ എങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത്? ഹൗ ഡു യു സ്റ്റഡി ഇംഗ്ലീഷ്? നിങ്ങൾ എങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത്? ഹൗ ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? നിങ്ങൾ എങ്ങനെയാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നത്? ഹൗ ഡു യു റൈറ്റ് ഇംഗ്ലീഷ്? എങ്ങനെയാണ് നിങ്ങൾ ഇംഗ്ലീഷ് എഴുതുന്നത്? നിങ്ങളുടെ യുക്തി പോലെ മാറ്റി സംസാരിക്കാം. ഹൗ ഡു യു മേക്ക് ഫുഡ്? ഫുഡല്ല, ഫുഡ്. ഹൗ ഡു യു മേക്ക് ഫുഡ് ഫോർ ഓൾ? നമുക്ക് ഫോർ ഓൾ വേണേൽ ചേർക്കാം. നിങ്ങൾ എങ്ങനെയാണ് എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കുന്നത്? ഇവിടെ ഞാൻ ഫുഡ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഫോർ ഓൾ ചേർക്കാം. ഹൗ ഡു യു മേക്ക് ഫുഡ് ഫോർ ഓൾ? എല്ലാവർക്കും എങ്ങനെയാണ് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്നത്? ഹൗ ഡു യു മേക്ക് ബിരിയാണി? നിങ്ങൾ എങ്ങനെയാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്? ഹൗ ഡു യു മേക്ക് ഷവർമ? നിങ്ങൾ എങ്ങനെയാണ് ഷവർമ ഉണ്ടാക്കുന്നത്? ഇഷ്ടമുള്ള ചേർക്കാം. ഹൗ ഡു യു ഹെൽപ്പ് ദം? എങ്ങനെയാണ് നിങ്ങൾ അവരെ സഹായിക്കുന്നത്? ഹൗ ഡു യു ഹെൽപ്പ് ദ പുവർ? എങ്ങനെയാണ് നിങ്ങൾ പാവങ്ങളെ സഹായിക്കുന്നത്? ഹൗ ഡു യു ഹെൽപ്പ് യുവർ മദർ? എങ്ങനെയാണ് നിങ്ങൾ അമ്മയെ സഹായിക്കുന്നത്? ഹൗ ഡു യു ഹെൽപ്പ് യുവർ ഫാദർ? എങ്ങനെയാണ് നിങ്ങൾ പിതാവിനെ സഹായിക്കുന്നത്? ഹൗ ഡു ദേ മാനേജ് ഹെർ? എങ്ങനെയാണ് അവർ അവളെ കൈകാര്യം ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നത്? ഹൗ ഡു ദേ മാനേജ് ഹെർ? എങ്ങനെയാണ് അവർ അവളെ കൈകാര്യം ചെയ്യുന്നത്? ഹിമ്മാക്ക, എങ്ങനെയാണ് അവർ അവനെ കൈകാര്യം ചെയ്യുന്നത്? ഹൗ ഡു ദേ കൺസോൾഡ് ഹെർ? എങ്ങനെയാണ് അവർ അവളെ സമാധാനിപ്പിക്കുന്നത്, സമാശ്വസിപ്പിക്കുന്നത്? ദുഃഖത്തിലാണ്. അപ്പോൾ ഹൗ ഡു ദേ കൺസോൾഡ് ഹെർ? എങ്ങനെയാണ് അവർ അവളെ എന്ത് ചെയ്യുന്നത്? സമാശ്വസിപ്പിക്കുന്നത്, ദുഃഖത്തിൽ നിന്നും ഒരു ആശ്വാസവാക്കുകൾ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നത്. ഹൗ ഡസ് ഷീ ബെക്കൻ യു? ഹൗ ഡസ് ഷീ ബെക്കൻ യു? അവൾ എങ്ങനെയാണ് നിന്നെ മാടി വിളിക്കുന്നത്? ഇങ്ങനെ കൈ കൊട്ടി വിളിക്കില്ലേ, മാടി വിളിക്കും. ഹൗ ഡസ് ഷീ ബെക്കൻ യു? അവൾ എങ്ങനെയാണ് നിന്നെ മാടി വിളിക്കുന്നത്? വെൻ ഡസ് യുവർ മദർ റൗസ് യു? എങ്ങനെയാണ് നിൻ്റെ മാതാവ് നിന്നെ വിളിച്ചുണർത്തുന്നത്? റൗസ്, വിളിച്ചുണർത്തുക. ഹൗ ഡസ് യുവർ മദർ റൗസ് യു? എങ്ങനെയാണ് നിങ്ങളുടെ മാതാവ് വിളിച്ച് ഉണർത്തുന്നത്? ഹൗ ഡസ് ഹി സ്പൈറ്റ് യു? ഹൗ ഡസ് ഹി സ്പൈറ്റ്? SPIT എങ്കിൽ തുപ്പലായി, ഈ വന്നു കഴിഞ്ഞാൽ പീഡനായി മാറി. അപ്പോൾ സ്പിറ്റ് എന്തായി മാറും? ഈ വന്നാൽ സ്പൈറ്റ് പീഡനായി മാറും കേട്ടോ. ഹൗ ഡസ് ഹി സ്പൈറ്റ് യു? അവൻ എങ്ങനെയാണ് നിന്നെ പീഡിപ്പിക്കുന്നത്, ശല്യം ചെയ്യുന്നത്? ഹൗ ഡസ് ഷീ ഡൂഡിൽ ഹെർ സൺ? അവൾ അവളുടെ മകനെ എങ്ങനെയാണ് താരാട്ട് പാടുന്നത്? ഡൂഡിൽ, താരാട്ട് പാടുക. ഹൗ ഡസ് ഷീ ഡൂഡിൽ ഹെർ സൺ? അവൾ അവളുടെ മകനെ എങ്ങനെയാണ് താരാട്ട് പാടുന്നത്? ഹൗ ഡസ് ഹി ക്യാച്ച് ടോഡി കാറ്റ്? അവൻ എങ്ങനെയാണ് മരപ്പട്ടിയെ പിടിക്കുന്നത്? ടോഡി കാറ്റ് അല്ലേ, മരപ്പട്ടി കേരളത്തിൽ പ്രസിദ്ധമാണ്. ഹൗ ഡസ് ഹി ക്യാച്ച് ടോഡി കാറ്റ്? എങ്ങനെയാണ് അവൻ മരപ്പട്ടിയെ പിടിക്കുന്നത്? ഹൗ ഡസ് ഹി ക്യാച്ച് ടോഡി കാറ്റ്? ഹൗ ഡസ് ഇറ്റ് മൂവ്? എങ്ങനെയാണിത് ചലിക്കുന്നത്, നീങ്ങുന്നത്? വെൻ ഡു യു ഓപ്പൺ യുവർ ഷോപ്പ്? വെൻ ഡു യു ഓപ്പൺ യുവർ ഷോപ്പ്? നീ എപ്പോഴാണ് കട തുറക്കുന്നത്, പീടിക തുറക്കുന്നത്? വെൻ ഡു യു ഓപ്പൺ യുവർ ഷോപ്പ്? നീ നിൻ്റെ കട അല്ലെങ്കിൽ പീടിക എപ്പോഴാണ് തുറക്കുന്നത്? വെൻ ഡു യു സ്റ്റാർട്ട് യുവർ വർക്ക്? എപ്പോഴാണ് നിൻ്റെ ജോലി ആരംഭിക്കുന്നത്? വെൻ ഡു യു സ്റ്റാർട്ട് യുവർ വർക്ക്?
നിൻ്റെ ജോലി എത്ര മണിക്കാണ് അല്ലെങ്കിൽ എപ്പോഴാണ് നീ ആരംഭിക്കുന്നത്? വെൻ ഡു യു ഗോ ടു ദി മാർക്കറ്റ്? നീ എപ്പോഴാണ് അല്ലെങ്കിൽ താങ്കൾ എപ്പോഴാണ് ചന്തയിൽ മാർക്കറ്റിൽ പോകുന്നത്? വെൻ ഡു യു ഗോ ടു ദ മാർക്കറ്റ്? വെൻ ഡു യു സ്ലംബർ? നീ എപ്പോഴാണ് ഒന്ന് മയങ്ങുന്നത്? വെൻ ഡു യു സ്ലംബർ? സ്ലംബർ എന്ന് വെച്ചാൽ മയങ്ങുക, ഉറങ്ങല്ല, ജസ്റ്റ് ഒന്ന് മയങ്ങുക കേട്ടോ. വെൻ ഡു യു സ്ലംബർ? വെൻ ഡു ദേ ത്രിട്ടൻ യു? എപ്പോഴാണ് അവർ നിന്നെ ഭീഷണിപ്പെടുത്തുന്നത്? വെൻ ഡു ദേ ത്രിട്ടൻ യു? വെൻ ഡു ദേ കോക്ക് ദ സ്നൂക്ക് അറ്റ് യു? വെൻ ഡു ദേ കോക്ക് ദ സ്നൂക്ക് അറ്റ് യു? എപ്പോഴാണ് അവർ നിന്നെ കൈകൊണ്ടും ചുണ്ടുകൊണ്ടും തെറിയാംഗ്യം കാണിക്കുന്നത്? വെൻ ഡു ദേ കോക്ക് ദ സ്നൂക്ക് അറ്റ് യു? എപ്പോഴാണ് അവർ നിന്റെ നേരെ എങ്ങനെ കൈകൊണ്ടും ചുണ്ടുകൊണ്ടും തെറിയാംഗ്യം കാണിക്കുന്നത്? വെൻ ഡസ് ഹി ട്വീക്ക് യു? എപ്പോഴാണ് അവൻ നിന്നെ ഞോണ്ടുന്നത്, തോണ്ടുന്നത്? അപ്പോൾ നമുക്ക് എന്ത് മറുപടി കൊടുക്കാം? വെൻ ഐ വാച്ച് മൂവീസ്? ഞാൻ സിനിമകൾ കാണുമ്പോഴാണ് അവൻ എന്നെ ഞോണ്ടുന്നത്, തോണ്ടുന്നത്. വെൻ ഡസ് ഹി ട്വീക്ക് യു? എപ്പോഴാണ് അവൻ നിന്നെ ഞോണ്ടുന്നത്? വെൻ ഡസ് ഹി സിഗ്സാഗ്? അവൻ എപ്പോഴാണ് വളഞ്ഞു പൊളഞ്ഞു പോകുന്നത്? പാമ്പ് പോലെ അല്ലേ, വെള്ളമടിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ എന്ത് പറയാം? വെൻ ഹി ഡ്രിങ്ക്സ്? അവൻ കുടിക്കുമ്പോഴാണ് വളഞ്ഞു പൊളിഞ്ഞു പോകുന്നത്. വെൻ ഡസ് ഹി ഡ്രിങ്ക് ലൈക്ക് എ ഫിഷ്? എപ്പോഴാണ് അവൻ മൂക്കറ്റം കുടിക്കുന്നത്? വെൻ ഡസ് ഹി ഡ്രിങ്ക് ലൈക്ക് എ ഫിഷ്? എപ്പോഴാണ് അവൻ മൂക്കറ്റം കുടിക്കുന്നത്? വെൻ ഹി ഫീൽസ് സാഡ്? ദുഃഖം വരുമ്പോൾ വെള്ളടിക്കും. വെൻ ഹി ഫീൽസ് ഹാപ്പി? സന്തോഷമാകുമ്പോഴും വെള്ളടിക്കും. വെൻ ഡസ് ഷീ റിമെമ്പർ യു? എപ്പോഴാണ് അവൾ നിന്നെ ഓർമ്മിക്കുന്നത്? അല്ലെങ്കിൽ വെൻ ഷീ ലിസൺ ദാറ്റ് മ്യൂസിക്? അവൾ ആ പാട്ട് കേൾക്കുമ്പോഴായിരിക്കും ഓർമ്മിക്കുന്നത്. വെൻ ഡസ് ഷീ ഫോർഗെറ്റ് ഓൾ? എപ്പോഴാണ് അവൾ എല്ലാം മറക്കുന്നത്? വെൻ ഡസ് ഷീ ഫോർഗെറ്റ് ഓൾ? അവൾ എപ്പോഴാണ് എല്ലാം മറക്കുന്നത്? വെൻ ഷീ സീസ് ഹെർ ചൈൽഡ്? അവളെ കുട്ടിയെ കാണുമ്പോഴാണ് എല്ലാം മറക്കുന്നത്. വെൻ ഡസ് ദിസ് ഡോഗ് ബൈറ്റ്? എപ്പോഴാണ് ഈ നായ കടിക്കുന്നത്? വെൻ ഡസ് ദിസ് ഡോഗ് ബൈറ്റ്? എപ്പോഴാണ് ഈ നായ കടിക്കുന്നത്? വെൻ എനി വൺ പെൽസ് സ്റ്റോൺ? കല്ലെറിയുമ്പോഴാണ് പട്ടി കടിക്കുക അല്ലേ? വൈ ഡു യു ഹെയ്റ്റ് ഹെർ? നീ എന്താണ് അവളെ വെറുക്കുന്നത്? വൈ ഡു യു ഹെയ്റ്റ് ഹെർ? നീ എന്താണ് അവളെ വെറുക്കുന്നത്? അപ്പോൾ മറുപടി കൊടുക്കാം, ഐ ഡോണ്ട് ലൈക്ക് ഹെർ? എനിക്ക് അവളെ ഇഷ്ടമില്ല. വൈ ഡോണ്ട് യു ലവ് ഹെർ? ഇവിടെ നമ്മൾ ഡു വന്നു, ഇവിടെ ഡോണ്ട് വന്നു. ഈ വൈയുടെ കൂടെയാണ് നെഗറ്റീവായിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ കഴിയുക. അപ്പോൾ വൈ ഡു യു ഹെയ്റ്റ് ഹെർ? നീ എന്താണ് അവളെ വെറുക്കുന്നത്? ഇവിടെ വന്നപ്പോൾ നെഗറ്റീവ് ചോദ്യം വന്നു, വൈ ഡോണ്ട് യു ലവ് ഹെർ? നീ എന്താണ് അവളെ സ്നേഹിക്കാത്തത്? നീ എന്താണ് അവളെ സ്നേഹിക്കാത്തത്? വൈ ഡോണ്ട് യു ലവ് ഹെർ? നീ എന്താണ് അവളെ സ്നേഹിക്കാത്തത്? വൈ ഡു യു ഫസി ഈറ്റ്? നീ എന്താണ് ഭക്ഷണം വാരി വലിച്ചു തിന്നുന്നത്? ഫസി ഈറ്റ് എന്ന് വെച്ചാൽ വാരി വലിച്ചു തിന്നുക. വൈ ഡു യു ഫസി ഈറ്റ്? നീ എന്താണ് ഭക്ഷണം വാരി വലിച്ചു തിന്നുന്നത്? അപ്പോൾ എന്ത് കൊടുക്കാം? ഐ ഫീൽ ഹംഗ്രി? എനിക്ക് വിശക്കണം. വൈ ഡോണ്ട് യു ടേക്ക് ഫുഡ്? അവൻ നെഗറ്റീവായി. വൈ ഡോണ്ട് യു ടേക്ക് ഫുഡ്? നീ എന്താണ് ഭക്ഷണം കഴിക്കാത്തത്? വൈ ഡോണ്ട് യു ടേക്ക് ഫുഡ്? നീ എന്താണ് ഭക്ഷണം കഴിക്കാത്തത്? അപ്പോൾ എന്ത് മറുപടി കൊടുക്കാം? ഐ ഡോണ്ട് ഫീൽ ഹംഗ്രി? എനിക്ക് വിശക്കണില്ല. നെഗറ്റീവായി. ഐ ഡോണ്ട് ഫീൽ ഹംഗ്രി? എനിക്ക് വിശക്കണില്ല എന്നേ. വൈ ഡു ദേ ഇർക്ക് ഹിം എവരി ഡേ? ഇർക്ക് നമ്മൾ ഡിസ്റ്റർബ് എന്ന് കേട്ടില്ലേ? ഡിസ്റ്റർബ്, ശല്യം ചെയ്യുക. അതിൻ്റെ മറ്റൊരു വാക്കാണ് ഇർക്ക്. വൈ ഡു ദേ ഇർക്ക് ഹിം എവരി ഡേ? അവരെന്താണ് എന്നും അവനെ ശല്യം ചെയ്യുന്നത്? വൈ ഡോണ്ട് ദേ ആസ്ക് ഹിം മണി? അവരെന്തുകൊണ്ടാണ് അവനോട് പൈസ ചോദിക്കാത്തത്? വൈ ഡോണ്ട് ദേ ആസ്ക് ഹിം മണി? ഹി ഈസ് വെരി പുവർ മാൻ? അവൻ വളരെ പാവപ്പെട്ടവനാണ്. ഇഷ്ടമുള്ള മറുപടി നമുക്ക് കൊടുക്കാം. വൈ ഡസ് ഹി ലോഫ് അറ്റ് യു? അവൻ എന്താണ് നിന്നെ നോക്കി ചിരിക്കാറ്? വൈ ഡസ് ഹി ലോഫ് അറ്റ് യു? എന്താണ് അവൻ നിന്നെ നോക്കി ചിരിക്കുന്നത്? അപ്പോൾ നമുക്ക് എന്ത് പറയാം? വെറുതെ നോക്കി ചിരിക്കണമെങ്കിൽ
ഹീസ് എ മാഡ്, അവൻ ഭ്രാന്തണ്. വൈ ഡസ് ഹീ ലോഫ് അറ്റ് യു, എന്താണ് അവൻ നിന്നെ നോക്കി ചിരിക്കുന്നത്. വൈ ഡസിൻറ്റ് ഹീ ലോഫ് അറ്റ് യു, അവൻ എന്താണ് നിന്നെ നോക്കി ചിരിക്കാത്തത്. വൈ ഡസൻറ്റ് ഹീ ലോഫ് അറ്റ് യു, എന്താണ് അവൻ നിന്നെ നോക്കിയിട്ട് ചിരിക്കാത്തത്. അവർ കുറ്റായി അല്ലേ. വൈ ഡസൻറ്റ് ഹീ ലോഫ് അറ്റ് യു, അപ്പോൾ നമുക്ക് എന്ത് പറയാം. ഫെൽ ഗ്രഡ്ജ്, ഒരു സൗന്ദര്യപ്പിണക്കം. ഫെൽ ഗ്രഡ്ജ്, ഒരു സൗന്ദര്യപ്പിണക്കുണ്ട്. വൈ ഡസ് ഹീ ആസ്ക് ഫോർ യു, അവൻ എന്താണ് നിന്നോട് പ്രേമം. ആസ്ക് ഫോർ എന്ന് വെച്ചാൽ പ്രേമം അഭ്യർത്ഥിക്കുക. വൈ ഡസ് ഹീ ആസ്ക് ഫോർ യു, അവൻ എന്താണ് നിന്നോട് പ്രേമം അഭ്യർത്ഥിക്കുന്നത്. വൈ ഡസ് ഹീ ആസ്ക് ഫോർ യു, എന്താണ് അവൻ നിന്നോട് പ്രേമം അഭ്യർത്ഥിക്കുന്നത്. വൈ ഡസിൻറ്റ് ഹീ ട്രീറ്റ് ഹെർ, അവൻ എന്തുകൊണ്ടാണ് അവൾക്ക് ചെലവ് ചെയ്യാത്തത് അല്ലെങ്കിൽ പരിപാലിക്കാത്തത്. വൈ ഡസിൻറ്റ് ഹീ ട്രീറ്റ് ഹിസ് സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ് ഓർ പാരൻസ്, ഇഷ്ടമുള്ളത് നമുക്ക് ചേർക്കാം. വൈ ഡസ് ഷീ കോൾ ഹെർ ബ്രദേഴ്സ്, എന്താണ് അവളെ സഹോദരന്മാരെ വിളിക്കുന്നത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട് അല്ലേ. വൈ ഡസ് ഷീ കോൾ ഹെർ ബ്രദേഴ്സ്, എന്താണ് അവളുടെ സഹോദരന്മാരെ വിളിക്കുന്നത്. വൈ ഡസിൻറ്റ് ഷീ ഗെറ്റ് റിഡ് ഓഫ് യു, അവൾ എന്താണ് നിന്നെ ഒഴിവാക്കാത്തത്. ഗെറ്റ് റിഡ് ഓഫ് എന്ന് വെച്ചാൽ പ്രയോഗമാണ്, ഒഴിവാക്കുക, ശല്യം തീർക്കുക. വൈ ഡസൻറ്റ് ഷീ ഗെറ്റ് റിഡ് ഓഫ് യു, അവൾ എന്താണ് നിന്നെ ഒഴിവാക്കാത്തത്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ തരിക. അടുത്ത ക്ലാസ്സിൽ ഇംഗ്ലീഷിലെ മറ്റൊരു പ്രയോഗവുമായി കാണുന്നവരെ ബൈ.